അപ്പോഴേ ഉച്ചക്കത്തേക്ക് കുറച്ച് നാടൻ കോഴിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ കാലുള്ള ഒരു കോഴീനെ കാണുന്നത്. അതുകൊണ്ട് ആ കാല് ഞാൻ വറുക്കാനെടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ താറാവ് മപ്പാസ് വെച്ചൊരു സമയത്ത് ആ താറാവിൻ്റെ മസാല മാത്രം വെച്ചിട്ട് ഒരു കറി ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് ചെയ്യാൻ നേരത്തി. അപ്പോൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തു. അതിനകത്തേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ ചിക്കനിൽ പുരട്ടിയിട്ട് ഒരു 3 വിസിലടിക്കാൻ വെച്ചു. 3 വിസിലടിക്കുന്നത് കുറച്ച് വേവുള്ളത് കൊണ്ടാട്ടോ. അതിൻ്റെ കൊഴുപ്പിൽ തന്നെ സവാളയും കുഞ്ഞുള്ളിയും വാട്ടിയെടുക്കാൻ നേരത്തി. ഒരു 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം വാട്ടി കുറച്ച് കറിവേപ്പിലയും 1 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലോണം വാട്ടിയിട്ട് ആ സ്റ്റോക്കും ചിക്കനും കൂടെ ഒഴിച്ച് വേറെ വെള്ളമൊന്നും ചേർത്തില്ല, തിളപ്പിക്കാൻ വെച്ചു. തള വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് അത് ഇങ്ങെടുത്തു. നല്ല അടിപൊളി കറിയായിരുന്നു കേട്ടോ. നമ്മുടെ പൊറോട്ടയോട് ഒക്കെ കഴിക്കാൻ സെറ്റപ്പ് കറിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.